ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം കഠിന പരിശ്രമം വരുന്നതിന് വേണ്ടി ഇത് നമുക്ക് കറി വെക്കാം, ഫ്രൈ ചെയ്യാം, ബാർബിക്യൂ ചെയ്യാം. സ്ഥലമായി നമ്മുടെ പരിപാടിയെ പറ്റിയിട്ട് കണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ നിരാശാജനകമായ ദിവസം മനസ്സിലുണ്ട്. ഓൾമോസ്റ്റ് ഒരു 5-6 മിൽക്ക് ഫിഷ്, അത്യാവശ്യം വലിപ്പമുള്ള സാധനങ്ങൾ നമുക്ക് അടിച്ചിട്ട് കയറ്റാൻ പറ്റാതെ പോയി. ഓൾമോസ്റ്റ് കരയ്ക്ക് വരെ എത്തിച്ച്, പക്ഷെ പൊന്തിച്ച് എടുക്കുമ്പോൾ പൊട്ടിപ്പോവാ. അങ്ങനെ ഇന്നെന്തായാലും ഒരു ചുരുങ്ങിയതൊരു 3-4 കയറ്റണം എന്നുള്ള ഒരു പ്ലാനിലാണുള്ളത്. അതിനുള്ള എക്യുപ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കയറ്റാനുള്ള ഗഫ് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് പിള്ളേരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഓൾറെഡി കാണുന്നുണ്ട്, ആക്ടിവിറ്റീസ് കാണാനുണ്ട്. കുറച്ച് കുബൂസ് വെത്തരണം. അപ്പോൾ മിൽക്ക് ഫിഷ് ഒരുപാട് വരും. സാധാരണ അതാണ് റൂട്ടീൻ. ഓൾറെഡി അക്ബർ ഫസ്റ്റത്തെ കാസ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ പരിപാടി തുടങ്ങാണ്. ഇപ്പോൾ ടൈം 5:30 മണിയായി. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് അല്ലേ? ഓക്കെ. ഇതേക്കോ ഇവിടെ താഴത്തുണ്ടല്ലോ ഇഷ്ടംമാതിരി മിൽക്ക് ഫിഷാണ്. ഇവിടെ കുബൂസിട്ട് ഓവർ കുബൂസിട്ടിട്ട് ഇവിടെ ആകെ നിരത്തി. അതാണ് ഇപ്പോൾ പ്രശ്നം. കുറച്ചിടണമായിരുന്നു, അടിക്കണ്ടായിരുന്നു. പഠിക്കും ഫസ്റ്റ് ഫാൾസുക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എടാ അത് അവരോട് പറ സാധനം കൊണ്ടുവരാൻ പറ. എടുത്തിട്ട് വാ, അവിടെ നിന്ന് എടുത്തിട്ട് വാ. അടിപൊളി. അല്ലല്ല, ഇത് അടിച്ചിരിക്കുകയാണ്, ഫാൾസുക്കൊന്നുമല്ല. അടിപൊളി. എടാ സാധനം എടുത്തിട്ട് വാ, പെട്ടെന്ന് ഗഫ് എടുത്തിട്ട് വാ. മതി. അടിപൊളി. സാധനം വലിച്ചോണ്ട് പോയി തോന്നുന്നു അല്ലേ? ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അക്ബർ പെട്ടെന്ന് കൊണ്ടുപോടാ. കൊണ്ടിട്ട് സാധനം കണ്ടോ? അതാ കൊണ്ടുപോ. അയ്യോ, ആ ചാട്ടമാണോ പ്രശ്നം? അടിച്ച് നിനക്ക് പറഞ്ഞോട്ടോ. അല്ല ഇവരല്ലേ സ്ട്രൈറ്റ് ആയിട്ട് ഇല്ല. മിൽക്ക് സ്പീഡ്. അടിപൊളി. പൊന്തിക്കടാ സജോ, പിടിച്ച് പൊന്തിക്ക്. അടിപൊളി. എന്താണ് പറയാനുള്ളത്? അടിപൊളി. ഇന്നത്തെ കേട്ടയാണ് ഒരാഴ്ച കഴിഞ്ഞ നീണ്ട ഒരാഴ്ചത്തെ പരിശ്രമത്തിന് ശേഷം ഇന്ന് കിട്ടിയിരിക്കുകയാണ്. ബാർബിക്യൂ ആണ്. ഇതുകൊണ്ട് പോയിട്ടില്ല. രണ്ടാമത്തെ അടിച്ചിരിക്കുകയാണ്. നിക്ക് വലിച്ചേറ്റിക്കോ. സഡൻ. ഓക്കെ. ഇവിടെ ഓരല്ലേ? അടിപൊളി. ഭയങ്കര സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം മിസ്സായി പോയി സാധനം. അടിപൊളി. കെട്ടിക്കോ. സഡൻ കയറ്റി. സഡൻ വലിച്ചേറ്റിക്കോ. ഇല്ല. വാടാ. കൈ വാ. പിടി. പിടിച്ചു. ഇത് മാറ്റിക്കേ. ഇവടാ ഇത് മാറ്റി. അയ്യോ അത് പോയി. അപ്പൊ നമുക്ക് കിട്ടിയ ഇല്ലേ മിൽക്ക് ഫിഷ്
നമ്മളൊന്ന് വെയിറ്റ് നോക്കുകയാണ് എത്ര കിലോ ഉണ്ടെന്നുള്ളത്. അതായത് എത്രയാണ്? 5 കിലോ. 5 കിലോ 5 കിലോ അല്ലേ? 5 കിലോ 5 കിലോ ആണ്. ഇത് അതിന് കൂടുതലുണ്ടോ? ഇതാണ് വലുത്. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് ചെക്ക് ചെയ്യാം, സംശയങ്ങൾ വേണ്ട. നമുക്ക് എന്താ വെച്ചാൽ ചെക്ക് ചെയ്താൽ അറിയാലോ, സാധനം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. സെയിം തന്നെയാണോടാ? എത്ര കാണുന്നത്? അതായത് ഇത് 5 കിലോ 5 ഉണ്ടല്ലേ? അപ്പൊ 5 കിലോയുടെ മീൻ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. സൂപ്പർ സൂപ്പർ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ് അല്ലേ? ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോ നമ്മൾ ഇതുകൊണ്ട് ഇതാകാണ്. അത്യാവശ്യം നമുക്ക് 4-5 സ്ട്രൈക്ക് കിട്ടിയില്ലേ? 4-5 സ്ട്രൈക്ക് കിട്ടി. 2 നമുക്ക് കയറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി എന്താണേലും നമ്മുടെ പരിശ്രമം പാഴായില്ല. ഒരു 5 കിലോ വെച്ചിട്ടുള്ള 2 മിൽക്ക് ഫിഷ് നമുക്ക് അടിച്ചിട്ടുണ്ടെന്ന്. പെട്ടെന്ന് കയറ്റിയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഫൈറ്റുള്ള ഒരു മീനാണ് മിൽക്ക് ഫിഷ്. ഒരുപാട് ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും സാഹസികമായി നമ്മുടെ സുഹൃത്തുക്കൾ വലിച്ചു കയറ്റിയിരിക്കുകയാണ് 2 മിൽക്ക് ഫിഷിനെ. 5 കിലോ വീതമുള്ള 2 മിൽക്ക് ഫിഷ്. അപ്പൊ ഇന്നത്തെ ദിവസം പൊളിയായി. പൊളി.